പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ്റെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ ഇന്ത്യ ഓരോന്നോരോന്നായി പുറത്തുവിടുകയാണ്. അത് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ മുന്നിൽ വയ്ക്കുന്നു. എന്താണ് സാർ ഈ തെളിവുകൾ? എന്തൊക്കെയാണ് ഇന്ത്യ പുറത്തുവിട്ടിരിക്കുന്നത്? ഇതിന് എന്തൊക്കെ പ്രതിഫലനമാണ് ഉണ്ടാകാൻ പോകുന്നത്? നമുക്ക് ഈ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് ഈ പഹൽഗാം. അപ്പോൾ ഇമ്മീഡിയറ്റായിട്ട് പഹൽഗാമിൽ നടന്ന എന്താണെന്നും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പല ചർച്ചകളിലൂടെയൊക്കെ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ തന്നെ പല ചാനലിലും അതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ചു കഴിഞ്ഞു. ഇന്ന് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ഇന്ത്യക്ക് കിട്ടുന്ന തെളിവുകൾ ഏതിൻ്റെ ബേസിസിലാണെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ പ്രൈം മിനിസ്റ്ററും പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്ററും അവിടുള്ള വക്താക്കളും TV ചാനലിലൂടെ പറയുന്നത് ഞങ്ങൾക്ക് ഇതിലൊന്നും പങ്കില്ല. അത് പാകിസ്ഥാനെ സംബന്ധിച്ചുള്ള സ്ഥിരമായ ഒരു പതിവ് പല്ലവിയാണ്. അപ്പോൾ അത് ശരിയാണോ അല്ലയോ എന്ന് ഇന്ത്യ ഇപ്പോൾ കുറച്ച് കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. അല്ലെങ്കിൽ മുൻകാലങ്ങളിലുള്ള കാരണങ്ങൾ വെച്ചിട്ട് ഇന്ത്യക്ക് അത് കുറച്ചൊക്കെ പുറത്തുവിടാൻ അത് സാധിച്ചു എന്നുള്ളത്. പാകിസ്ഥാൻ ഏത് തരത്തിലാണ് ഇതിൽ ഇടപെട്ടിട്ടുള്ളത്, എന്തൊക്കെയാണ് അതിൻ്റെ എവിഡൻസ് ഇപ്പോൾ തൽക്കാലം നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത് ഇന്ത്യൻ ഗവൺമെൻറ് കുറേശ്ശെ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമുക്കിപ്പോൾ അവൈലബിളായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഈ റെസ്പോൺസിബിലിറ്റി ഈ TRF എന്ന് പറഞ്ഞ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട്, ലഷ്കർ-ഇ തൊയ്ബയുടെ ഒരു ഭാഗമായിട്ടുള്ള അവർ ആദ്യം തന്നെ അവർ പറഞ്ഞത് ഞങ്ങളാണിത് ചെയ്തിട്ടുള്ളതെന്നുള്ള വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ TRF എന്നും കൂടെ നമുക്ക് നോക്കാം. ലഷ്കർ-ഇ തൊയ്ബയുടെ, അതായത് പാകിസ്ഥാൻ ISI സപ്പോർട്ട് ചെയ്യുന്ന ലഷ്കർ-ഇ തൊയ്ബയുടെ ഒരു പ്രോക്സി ഔട്ട്ഫിറ്റാണ് നമ്മൾ ഈ പറയുന്ന ഈ TRF എന്ന് പറയുന്നത്. അതായത് റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന TRF. ഈ TRF എങ്ങനെ ക്രിയേറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്തതിന് ശേഷം ഇവർ ഒരു ലോക്കലൈസ്ഡ് കവറായിട്ട് ISI തുടങ്ങി വെച്ച, ലഷ്കർ-ഇ തൊയ്ബയുടെ കീഴിൽ ഒരു മറയായിട്ട് തുടങ്ങി വെച്ച ഒരു ഓർഗനൈസേഷനാണ് ഈ TRF. അപ്പോൾ അവർ തീർച്ചയായിട്ടും ലഷ്കർ-ഇ തൊയ്ബയുടെ ഭാഗമാണെന്ന് പലതരത്തിലും തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവരാണിത് ചെയ്തതെന്ന് നമുക്ക് ഇത് വളരെ നല്ലവണ്ണം അറിയാം. അത് TRFൻ്റെ ഇപ്പോഴേ അവരുടെ ഈ ഹെഡ് ക്വാർട്ടേഴ്സും അവരുടെ ക്യാമ്പും ഒക്കെ നമ്മുടെ അറിവിൽ പാകിസ്ഥാനിലും മുസാഫറാബാദിലും റാവൽപിണ്ടിയിലും ഒക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഇത് TRF ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ ഇതിൻ്റെ തെളിവായിട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. രണ്ടാമത്തെ തെളിവെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഇതിൻ്റെ നാഷണൽസിൻ്റെ അറ്റാക്ക് ചെയ്ത് പാകിസ്ഥാൻ നാഷണൽസ് ആണെന്നുള്ളതിൻ്റെ പല തെളിവുകളും, ഒന്ന് ഈ 2 പേരെ അറ്റാക്ക് ചെയ്ത് ന്യൂട്രലൈസ് ചെയ്ത ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട്, പാകിസ്ഥാനി നാഷണൽസ് ആണെന്ന് അവരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവരിൽ നിന്ന് കണ്ടുപിടിച്ച് അവരുടെ തെളിവുകൾ എടുത്തിട്ടുണ്ട്. അവരുടെ ഭാഷയിൽ നിന്നും അവരുടെ ഡോക്യുമെൻറ്റ്സിൽ നിന്നുമൊക്കെ അവർ പാകിസ്ഥാനി നാഷണൽസ് ആണെന്നുള്ള തെളിവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇൻഫിൽട്രേഷൻ റൂട്ട്സ് ഈ ഗുറേസ് സെക്ടറിലൊക്കെ പാകിസ്ഥാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഇൻഫിൽട്രേഷൻ റൂട്ട്സുകളാണ്. നുഴഞ്ഞുകയറ്, ഷോപ്പിയാനും പിന്നെ ഈ നമ്മളെ ഈ പഹൽഗാം, ഇതൊക്കെ അവർ ഉപയോഗിച്ചു കൊണ്ടിരുന്ന സ്ഥിരം റൂട്ടുകളാണ്, കവേർഡായിട്ടുള്ള റൂട്ടുകളാണ്. പ്രീ പ്ലാൻഡ് എന്നുള്ള ഒരു അർത്ഥം തന്നെ അതിന് വരുന്നത് അങ്ങനെയുള്ള റൂട്ടുകൾ സാധാരണ പ്ലാൻ ചെയ്തേ അവർ ഉപയോഗിക്കാറുള്ളൂ. ആംബുഷും മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്ത് വെളിയിലാരും കാണാതിരിക്കത്തക്ക ഈ മരങ്ങളുടെയും മറ്റേ വൃക്ഷങ്ങളുടെയും ഒക്കെ കവറിൽ നമുക്ക് പുറത്ത് കാണാൻ, ഈവൻ ബൈ എയറും കാണാതിരിക്കത്തക്ക രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റാണ് അവർ ഈ സമയത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ മൂവ്മെൻറ്റിലൂടെ വരുമ്പോൾ അവർക്ക് എക്സ്പോസ് ചെയ്യാൻ യാതൊരു അവസരവും കിട്ടുന്നില്ല. വളരെ സ്റ്റെൽത്തായിട്ട് വന്നു കഴിഞ്ഞാൽ അവർ വളരെ ഒരു ക്ലാരിറ്റിയോടുകൂടി അവർ പ്ലാൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് അവരെ കണ്ടുപിടിക്കാനുള്ളത്. അതുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ അവരുടെ ഐഡൻറ്റി കാർഡ്സ്, അവരുടെ GPS സെറ്റ്സ്, ഉറുദുവിലുള്ള ഭാഷയിൽ സംസാരിക്കുന്ന ഉറുദു സെറ്റ്സ്, പിന്നെ ഇൻ്റർസെപ്റ്റ്സ്, പാകിസ്ഥാൻ്റെ സിം കാർഡ്സ്, ഇതൊക്കെ ഫോറൻസിക് ഡിവിഷൻ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇവർ തീവ്രവാദികൾ പാകിസ്ഥാൻ ബേസ്ഡ് ആണെന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ വെപ്പൺട്രീസ്, അവർ ഉപയോഗിക്കുന്ന വെപ്പൺ, അവർ കൊണ്ടുവന്ന വെപ്പൺസ്, ഒന്ന് M4 കാർബൈൻസ് അവരുടെ വെപ്പണാണ്, നമുക്കറിയാവുന്നതാണ് M4 കാർബൈൻസ്. പിന്നെ AK-47 മോഡിഫൈഡ് ആയിട്ടുള്ള AK-47, ഏറ്റവും പുതിയ മോഡിഫൈഡ് ആയിട്ടുള്ള AK-47. പിന്നെ ലേസർ ടാർഗറ്റ് ഡെസിഗ്നേറ്റേഴ്സ്, അവരുടെ മിലിറ്ററി ഗ്രേഡ് എക്യുപ്മെൻറ്റ് LOCയിൽ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ളതും അവിടെ ഇപ്പോൾ അവർ പാകിസ്ഥാൻ ISI തന്നെ അല്ലെങ്കിൽ പാകിസ്ഥാൻ ആർമി തന്നെ ഇവർക്ക് കൊടുത്തിട്ടുള്ള ഒരു വെപ്പൻട്രി ആണെന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്തതാണ്. ആ വെപ്പൻട്രിയൊക്കെ ഈ വന്ന ഗ്രൂപ്പുകാരിലുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കിയത്. പിന്നെ ഇതിൻ്റെ ഈ
സീരിയൽ നമ്പേഴ്സ് ISI അലോക്കേറ്റഡ് സ്റ്റോക്ക് പൈൽസ്, ഈ സീരിയൽ നമ്പേഴ്സ് ഇവർ കൊണ്ടുവരുന്ന സാധനങ്ങളുടെയും കൊണ്ടുവരുന്ന എക്യുപ്മെൻസിൻ്റെയും ഒക്കെ സീരിയൽ നമ്പേഴ്സ് നോക്കിയാൽ അത് ISIയുടെ സ്റ്റോക്ക് പൈലിലുള്ള ഒരു കണ്ടിന്യൂഷൻ നമ്പേഴ്സാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇൻ്റലിജൻസ് നേരത്തെ കളക്ട് ചെയ്ത് വച്ചിരിക്കുന്ന കാര്യം. അതൊക്കെ ഇവരുടെ എവിഡൻസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഈ വന്ന ഗ്രൂപ്പ് ISI സ്പോൺസർ ചെയ്തിട്ടുള്ള ഈ TRF തന്നെയാണെന്നുള്ളതും അത് ലഷ്കർ തൊയ്ബയുടെ പാർട്ടാണെന്നുള്ളതും നമുക്ക് സ്ഥിരീകരിക്കാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ ഞാനൊരു കാര്യം ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പ് സർവൈവ് ചെയ്യണമെങ്കിൽ അവർക്കൊരു ലോക്കൽ സപ്പോർട്ട് മിനിമം ആവശ്യമാണ്. അങ്ങനെ ഒരു ലോക്കൽ സപ്പോർട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളതിന് ഓവർഗ്രൗണ്ട് വർക്കേഴ്സ് നമുക്ക് OGWs 15 പേരെ നമുക്ക് കണ്ടുപിടിക്കാനും അവരുമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. അവരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഈ OGW എന്ന് പറഞ്ഞാൽ ഓവർഗ്രൗണ്ട് വർക്കേഴ്സ്, അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്, അത് നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ആൾ. അതിലൊരു 15 പേരെ നമുക്ക് കിട്ടിയിൽ നിന്ന് അവരെ അറസ്റ്റ് ചെയ്തിട്ട് അവർക്ക് ഡയറക്റ്റ് വാട്സപ്പ് ഗ്രൂപ്പ് ഈ പാകിസ്ഥാനി ബേസ്ഡ് ഹാൻഡ്ലേഴ്സുമായിട്ട് സംസാരിക്കുന്നതും ഒക്കെ നമുക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഡിജിറ്റൽ എവിഡൻസ് ആയിട്ട് അത് കിട്ടിയിട്ടുണ്ട്. പിന്നെ മണി ട്രെയിൽസ്, ഈ ഹവാല ഓപ്പറേറ്റേഴ്സ്, ഈ പഞ്ചാബ് JNK വഴി മണി ട്രെയിലേഴ്സിൻ്റെ അത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ അക്കോമഡേഷൻ ടെററിസ്റ്റിൻ്റെ അറേഞ്ച് ചെയ്തിരിക്കുന്ന കുറച്ച് ഏരിയാസ് കോർഡിനേറ്റ് ചെയ്തിട്ട് പാകിസ്ഥാനി ഹാൻഡ്ലേഴ്സ് ഓപ്പറേറ്റ് ചെയ്ത ഡിജിറ്റലി ഓപ്പറേറ്റ് ചെയ്ത കുറേ സംഭവങ്ങൾ നമുക്ക് ആ ഏരിയയിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇതൊക്കെ ഇതിൻ്റെ ഒരു തെളിവായിട്ട് വരികയാണ്. ഇതൊക്കെ നമുക്ക് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള മറയുമില്ലാതെ കറക്റ്റായിട്ട് വരുന്ന തെളിവുകൾ, കണക്ട് ചെയ്ത് പോകുന്ന തെളിവുകളാണ്. ഇതൊക്കെ ഇതിൽ കൂടുതൽ നമുക്ക് ഈ പാകിസ്ഥാൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അല്ല എന്ന് പറയും, കണ്ണടച്ചിരുട്ടാക്കുന്ന ഒരു സംഭവമാണ്. അവർ എന്തായാലും ഇത് ഏറ്റെടുക്കാൻ തയ്യാറല്ല. അപ്പോൾ ഏത് തരത്തിൽ ഇതിനെ നമുക്ക് ഐഡ് ചെയ്യാൻ പറ്റും, ഏത് തരത്തിൽ അവരല്ല എന്ന് പറയാൻ പറ്റും, അതൊക്കെ അവർ ചെയ്യും. ഇത് ആദ്യം കാണുന്നതല്ല, എത്രയോ കാലങ്ങൾ കൊണ്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം. അതാണ് പാകിസ്ഥാൻ്റെ ഒരു സ്റ്റൈല്. അല്ല, ഈ മുംബൈ അറ്റാക്കില് അജ്മൽ കസബ് പോലും ഞങ്ങളുടെ പൗരനല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവരെ തിരിച്ചെടുക്കാൻ കൂടെ അവർക്ക് ഭയമാണ്. കാരണം പല സമയത്തും നമ്മൾ ഓപ്പറേഷൻ ചെയ്തിട്ട് ആൾക്കാരെ കൊന്നതിന് ശേഷം ആ ഡെഡ് ബോഡി വരും അവരെല്ലാന്ന് കാണിച്ചിട്ട് അവരെ തിരിച്ചെടുക്കാതെ നമുക്ക് തന്നെ അതിൻ്റെ ലീഗലായിട്ടുള്ള രീതിയിലും അതിൻ്റെ പിന്നെ റിലീജിയസ് ആയിട്ടുള്ള രീതിയിലും ഒക്കെ അതിനെ മറവ് ചെയ്യേണ്ട അവസരം വന്നിട്ടുണ്ട് നമുക്ക് തന്നെ. അതൊക്കെ നമ്മൾ പഠിച്ചു കാർഗിൽ യുദ്ധത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ ചെയ്യുന്ന പാകിസ്ഥാൻ അവർക്കിതിൽ ചെയ്തില്ല എന്ന് പറയുന്നത് നമുക്കൊരു അതിശയോക്തിയൊന്നുമല്ല. പിന്നെ ഇതിൻ്റെ മോഡസ് ഓപ്പറൻഡി, അതിൻ്റെ കോൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിവിലിയൻ ടാർഗറ്റ്സ് ഒരു പാറ്റേൺ ഉണ്ട്. ലഷ്കർ തൊയ്ബ അവിടെ അറ്റാക്ക് ചെയ്യുമ്പോൾ അവർക്കൊരു പാറ്റേൺ ഉണ്ട്, ഒരു രീതിയുണ്ട്. ആ രീതി ഇവിടെയും കണ്ടുപിടിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. പുൽവാമയിലും അമർനാഥിലും ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള അതേ രീതി നമുക്ക് ഇവിടെയും കാണാൻ സാധിച്ചു. അതിൻ്റെ എവിഡൻസ് നമുക്ക് ആ ഗ്രൗണ്ടിൽ തന്നെ കിട്ടാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഒരു ക്ലിയർ ഒബ്ജക്റ്റീവ് ഉണ്ട് ഇതൊക്കെ ചെയ്തതിന്. ആ ഒബ്ജക്റ്റീവ് നമ്മളിപ്പോൾ സ്റ്റെബിലൈസ് ചെയ്തിരിക്കുന്ന ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഡീസ്റ്റെബിലൈസ് കാശ്മീർ ടൂറിസം. ഇപ്പോൾ കാശ്മീരിൽ വരുന്ന വളർച്ചയും ഒക്കെ കണ്ടിട്ട് വ്യവസായത്തെ നശിപ്പിക്കുക, ടൂറിസത്തിനെ ഇല്ലാതാക്കുക, ആൾക്കാരെ പഴയതുപോലെ ഒരു ഇൻകം ഇല്ലാത്ത ഗ്രൂപ്പായിട്ട് മാറ്റിയിട്ട് അവരെ ടെററിസത്തിലേക്ക് കൊണ്ടുവരും. കല്ലെറിയുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറ്റി നമ്മൾ ഇതുവരെ കൊണ്ടുവന്നെങ്കിൽ തിരിച്ചാ രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥ. അവരാരും നോക്കുന്നില്ല, അതുകൊണ്ട് അവർ ടെററിസ്റ്റായി കൺവേർട്ട് ചെയ്തു എന്നുള്ള ഒരു ഫീലിംഗ് കൊണ്ടുവരുന്നതിനുള്ള ഒരു കാര്യമാണ് അതാണ് ഡീസ്റ്റെബിലൈസ് കാശ്മീർ ടൂറിസം എന്ന് പറയുന്നത്. പിന്നെ ക്രിയേറ്റ് ഇൻ്റർനാഷണൽ ഹെഡ്ലൈൻസ്. ഇപ്പം അവർ പാലിച്ചുകൊണ്ടിരിക്കുന്നതും അവർ പലപ്പോഴും UN-ലൊക്കെ പോയി ശ്രമിച്ചതുമായിട്ടുള്ള കാര്യം, ഇന്ത്യ ഞങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇന്ത്യ ഞങ്ങളെ ഈ ടെററിസം ഒക്കെ കൊണ്ട് ഇന്ത്യക്കാരാണ് ഞങ്ങളെ അറ്റാക്ക് ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്ന ആ ഒരു അവസരം മുതലാക്കുന്നതിന് വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. പിന്നെ സെക്യൂരിറ്റി മെഷേഴ്സിനെയൊക്കെ അണ്ടർമൈൻ ചെയ്യാനുള്ള ഒരു കാര്യം കൂടെ അവരിതിൽ നിന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് അവരുടെ ഈ ഉദ്ദേശങ്ങളെന്ന് പറയും. ഈ തെളിവുകളെല്ലാം നമ്മൾ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ മുന്നിൽ വയ്ക്കുകയാണ്. അപ്പോൾ ലോകരാജ്യങ്ങളുടെ ഈ കാര്യത്തിലുള്ള ഒരു റിയാക്ഷൻ, ഈ ലോകരാജ്യങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അത് ഇപ്പോൾ നമ്മുടെ ഈ ലോകരാജ്യങ്ങളുമായിട്ടുള്ള പഴയ ബന്ധങ്ങളും ഈ പുതിയതായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ക്രിയേറ്റ് ചെയ്ത ചില ബന്ധങ്ങളും ഇപ്പോഴത്തെ നമ്മുടെ ഭരണകർത്താക്കൾ ചെയ്ത അതൊക്കെ ഇതിൽ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നമുക്ക് ഓപ്പണായിട്ട് തന്നെ ഇപ്പോൾ പല പിന്നെ ഇൻ്റർനാഷണൽ കൺട്രീസും നമുക്ക് സപ്പോർട്ടീവായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആദ്യമേ തന്നെ അവർ പറഞ്ഞു, വളരെ സമയം എടുക്കാതെ തന്നെ അവർ പറഞ്ഞ കാര്യങ്ങളുണ്ട്.
അവർ പറഞ്ഞത് ഇതൊരു ആക്ട് ഓഫ് കവേർഡിയസ് ആണ്, ഇത് ഇന്ത്യയെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു, പിന്നെ അൺവേവറിങ് സപ്പോർട്ട് ഫോർ ഇന്ത്യസ് ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് ടെററിസം എന്നാണ് അവർ പറഞ്ഞത്. അൺവേവറിങ് സപ്പോർട്ട്, ഓപ്പൺ സപ്പോർട്ട്, അവർക്ക് സംശയമില്ലാത്ത തരത്തിലുള്ള ഒരു സപ്പോർട്ടാണ് അവർ പറയുന്നത്. പിന്നെ ഒരു ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, നിരുപാധിക പിന്തുണ, അത് പിന്നെ ഒരു ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പം നമ്മൾ പ്രപ്പോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എക്സ്പാൻഡഡ് കൗണ്ടർ ടെററിസം കോഓപ്പറേഷൻ അത് ഓൾ ഓവർ ദ വേൾഡ് നമ്മുടെ നേതൃത്വത്തിൽ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവന വരാൻ സാധ്യതയുള്ളതായി നമ്മൾ അറിയുന്നു. പിന്നെ ഫ്രാൻസ് പറഞ്ഞ എന്താണ്? എക്സ്പ്രസ് അൺക്വാളിഫൈഡ് സോളിഡാരിറ്റി. ഫ്രാൻസ് പറഞ്ഞിരിക്കുന്നത് എക്സ്പ്രസ് അൺക്വാളിഫൈഡ് സോളിഡാരിറ്റി, ഒരു സംശയമില്ലാത്ത തരത്തിലുള്ള സോളിഡാരിറ്റിയാണ് പറയുന്നത്. പിന്നെ ഫാസ്റ്റർ ഇൻ്റലിജൻസ് ഷെയറിംഗ് മെക്കാനിസം ഇൻഡോ ഫ്രഞ്ച് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിൽ ഇന്ത്യയുടെ ബോർഡേഴ്സിൽ കൊണ്ടുവരണമെന്നാണ് ഫ്രാൻസ് പറഞ്ഞിരിക്കുന്നത്. ഫ്രാൻസുമായിട്ട് ചേർന്നിട്ട് ഒരു 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 സിസ്റ്റം കൊണ്ടുവരിക കൗണ്ടർ ടെററിസം ഓപ്പറേഷന് വേണ്ടിയിട്ട്, ഒരു ഫാസ്റ്റർ ഇൻ്റലിജൻസ് ഷെയറിംഗ് മെക്കാനിസം. ബിക്കോസ് കൗണ്ടർ ടെററിസം എന്ന് പറയുമ്പം അതിനൊരു ഇൻ്റലിജൻസ് സിസ്റ്റമാണ് ഏറ്റവും വലുത്. ആ സിസ്റ്റത്തിലേക്ക് നമ്മൾ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ പലതും നമുക്കതൊന്ന് മനസ്സിലാക്കാൻ പറ്റും, അതൊന്ന് തടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ റഷ്യ പറഞ്ഞിരിക്കുന്നത് എന്താ? സ്ട്രോങ്ലി കണ്ടം ദ അറ്റാക്ക്. റഷ്യ കണ്ടം ചെയ്തത് മാത്രമല്ല, നെസസറി നമ്മൾ ബാക്ക്ഡ് ഇന്ത്യാസ് ഇൻറ്റേർണൽ മെഷേഴ്സ് ബേസിക്കലി നെസസറി ടു മെയിൻറ്റെയിൻ സോവർണിറ്റി ആൻഡ് ഇൻറ്റേർണൽ പീസ്. ഇതാണ് റഷ്യ പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ തന്നെ യുണൈറ്റഡ് കിങ്ഡം, യൂറോപ്യൻ യൂണിയൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് സീറോ ടോളറൻസ് ഫോർ ക്രോസ് ബോർഡർ ടെററിസം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനം ഒരു സീറോ ടോളറൻസ് ആണ് കൊടുക്കേണ്ടത്. ഏതൊരു തരത്തിലുള്ള അതിർത്തി കടന്നുള്ള കോംപ്രമൈസും വേണ്ട എന്നുള്ളതാണ് അവർ പറയുന്നത്. പിന്നെ സൗദി അറേബ്യയും ബഹ്റൈനും UAE ഒക്കെ ഗൾഫ് കൺട്രീസ്, GCC പാകിസ്ഥാൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്ന കൺട്രീസാണ്. അവരൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അവരിന്ന് തിരിഞ്ഞിരിക്കുകയാണ്. അവർ പറഞ്ഞെന്താണ്? സ്ട്രോങ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടമിങ് ദ അറ്റാക്ക് സൗദി അറേബ്യ ചെയ്തു. അതുകൂടാതെ സ്ട്രാറ്റജിക് പുഷ് ഫ്രം ഇന്ത്യ ടു എൻഷുർ പാകിസ്ഥാൻ ടെറർ ഫണ്ടിങ് ഫ്രം ഗൾഫ് സോഴ്സസ് കർട്ടെ. അപ്പോൾ അത് കർട്ടയിൽ ചെയ്തിരിക്കുകയാണ്. പിന്നെ പാകിസ്ഥാന് കൊടുത്തുകൊണ്ടിരിക്കുന്നതും കൊടുക്കാൻ പോകുന്നതുമൊക്കെ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ഈ കൺട്രീസ് കർട്ടയിൽ ചെയ്തിരിക്കുകയാണ്. ഇനി കൊടുക്കില്ല, അല്ലെങ്കിൽ അത് കുറയ്ക്കാൻ പോകുന്നു എന്നാണ് ഈ പറയുന്നത്. അതിൻ്റെയൊക്കെ അർത്ഥം അവരുടെയൊക്കെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ടുണ്ടെന്ന്. ഇത് ഓപ്പണായിട്ട് പറഞ്ഞ കൺട്രീസ്. ഇതല്ലാതെ തന്നെ പല കൺട്രീസും UN സെക്രട്ടറി ജനറൽ പറഞ്ഞത് എന്താണ്? UN ഹ്യൂമൻ HRC പറഞ്ഞത് പറഞ്ഞാൽ അക്കൗണ്ടബിലിറ്റി വേണം, ഇൻഡിക്കേഷൻ സപ്പോർട്ട് ഇന്ത്യസ് റൈറ്റ് ടു സെൽഫ് ഡിഫെൻസ് അണ്ടർ ഇൻ്റർനാഷണൽ ലോ. സ്വയം പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ അവകാശം ഞങ്ങൾ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നു എന്നാണ് അവർ. അപ്പം UN ഒരു പ്രധാനപ്പെട്ട ഒരു UN ബോഡിയുടെ സപ്പോർട്ട് നമുക്കുണ്ടായിരിക്കുകയാണ് പാകിസ്ഥാനെതിരായിട്ട്. ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇന്ത്യ ഈസ് സീൻ ഇൻക്രീസിംഗ്ലി ഈസ് സീൻ ബൈ അതർ കൺട്രീസ്. അവർ ഇന്ത്യ ഒരു മെച്യൂർ ഡെമോക്രസിയാണ്, ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ട് എന്നൊരു ചിന്താഗതി ഇൻ്റർനാഷണൽ ബോഡീസിന് വന്നിട്ടുണ്ട്. റെസ്പോൺസിബിൾ റീജിയണൽ പവറാണ് ഇന്ത്യ. ഇൻ്റർനാഷണൽ റൂൾ ഓഫ് ലോയിൽ അവർ അങ്ങനെ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇന്ത്യയെക്കുറിച്ച്. ഇന്ത്യക്കൊരു വളരെ നല്ലൊരു രീതിയിലുള്ള ഒരു നാച്ചുറൽ ലീഡർ ഫോർ ഡെമോക്രസി, കോalition ഓഫ് ഡെമോക്രസീസ് എന്നാണ് ഇന്ത്യയെക്കുറിച്ച് പറയുന്നത്. അപ്പം അതൊക്കെ ഇന്ത്യയുടെ ഒരു നല്ല ഭാഗങ്ങളെയും നല്ല കഴിവുകളെയും ഒക്കെ പ്രദർശിപ്പിക്കുന്ന ലോകരാഷ്ട്രങ്ങൾക്കുള്ള ഇന്ത്യക്കുണ്ടായിരിക്കുന്ന ഒരു അക്സെപ്റ്റൻസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതൊക്കെ ഒന്ന് ചിന്തിക്കുമ്പോൾ ഇന്ത്യ എന്ന ഒരു രാജ്യം, ഒരു ഡെമോക്രസി, വളരെയധികം വളർന്ന് മുന്നോട്ട് പോയി. അത് പാകിസ്ഥാൻ ഒരു പ്രശ്നമല്ലാത്ത രീതിയിലേക്ക് വളർന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് അവരെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് തയ്യാറെടുപ്പുള്ള ആൾക്കാരാണ്. താങ്കൾ ഈ പറഞ്ഞ കരുത്തുള്ള ആൾക്കാരാണ്. താങ്കൾ ഈ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ്റെ അവിടെ വിന്യസിക്കുന്നുണ്ട്, അവരുടെ പിന്നെ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, അവരുടെ ബോർഡേഴ്സൊക്കെ മാൻ ആയി കഴിഞ്ഞു. ഇതൊക്കെ സാധാരണ ഒരു ഓപ്പറേഷൻ ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന ചില സിഗ്നേച്ചേഴ്സ്, ചില സിമ്പിൾസാണ്, ചില ഐഡിയാസാണ്, ചില സിംറ്റംസാണ്. ഈ സിംറ്റംസിനെയൊക്കെ ഓവർകം ചെയ്യുന്ന രീതിയിൽ നമ്മളുടേതായിട്ടുള്ള എയർ ആയാലും ശരി, ആർമി ആയാലും ശരി, നേവി ആയാലും ശരി, അവരെയൊക്കെ വിന്യസിച്ചുകൊണ്ടുള്ള പരിപാടികൾക്ക് നീങ്ങുകയാണ്. ഞാൻ ഇന്നലെ ഓപ്പറേഷൻ നമ്മുടെ ഒരു പിന്നെ 2019 ഒരു ഓപ്പറേഷൻ പാകിസ്ഥാനിലേക്ക് നമ്മുടെ ആൾക്കാർ പോയ ഒരു ഓപ്പറേഷൻ്റെ കമാൻഡറുടെ ഇൻ്റർവ്യൂ ഒക്കെ ആയിരുന്നു. ഹി ഹാപ്പൻസ് ടു ബി മൈ ക്ലോസ് ഫ്രണ്ട്. സോ ഹി വാസ് ഏർലിയർ നോർത്തേൺ കമാൻഡ് പിന്നെ കമാൻഡർ ഇൻ ചീഫായിരുന്നു. പുള്ളിയുടെ ഇൻ്റർവ്യൂ ഞാൻ ഇന്നലെ കേട്ടു. പുള്ളി പറയുന്നത് നമുക്ക് ഇതിലൊന്നിലും പേടിക്കില്ല, പക്ഷെ നമ്മൾ എല്ലാം ചെയ്യുമ്പോൾ കുറച്ച് പ്ലാൻ ചെയ്തേ ചെയ്യാറുള്ളൂ.
ചാടി കയറി നമ്മളെല്ലാം കയറിയിട്ട് ഇപ്പം തന്നെ നമ്മൾ കയറി അങ്ങ് അറ്റാക്ക് ചെയ്യാനുള്ള എടുത്തിയാട്ടമില്ല. ഇല്ല, അത് പണ്ടേ ഇല്ല നമുക്ക്. ഞാൻ ഇന്നലെ കഴിഞ്ഞ വേറൊരു ചാനലിൽ പറയായിരുന്നത് 71 ഓപ്പറേഷനിൽ മനീഷ് ഷാ ചീഫായിരുന്നപ്പം അദ്ദേഹം ഇന്ദിരാഗാന്ധി എടുത്ത് ഓപ്പണായിട്ട് പറയേണ്ട അവസരം വന്നിട്ടുണ്ട്. മാസങ്ങളുടെ തയ്യാറെടുപ്പ്. ഞങ്ങൾക്ക് തയ്യാറെടുപ്പില്ലാതെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഇന്ദിരാഗാന്ധി ഓപ്പണായിട്ട് സപ്പോർട്ടും ചെയ്തു. അതുകൊണ്ടാണ് നമുക്കന്ന് ബംഗ്ലാദേശ് ഓപ്പറേഷൻ വിജയിക്കും. അതേ ഒരു പ്ലാനിങ് തന്നെയായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് താഴ്ന്ന തരത്തിലുള്ള പ്ലാനിങ് തന്നെയായിരിക്കും ഇപ്പം നടക്കാൻ പോകുന്നത്. ഒരു യുദ്ധമൊക്കെ ഉണ്ടാകുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എന്തായാലും പാകിസ്ഥാന് നല്ലൊരു അടി കൊടുക്കത്തക്ക രൂപത്തിലുള്ള ഒരു മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള ഒരു ആക്ഷൻ ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ആ ശുഭവാർത്തയ്ക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.